പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ പുലർത്തുന്ന ദൈവം അത്രേ, നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവം. ഇതാ ലൂക്കോസ് സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആകാശത്തിലെ പക്ഷികളെ ഹല്ലേലൂയ പോറ്റി പുലർത്തുന്ന ദൈവം നമ്മെയും പരിപാലിക്കുമെന്നതത്രേ. നാം പക്ഷികളെക്കാട്ടിലും ഹല്ലേലൂയ മൃഗങ്ങളെക്കാട്ടിലും സകല സൃഷ്ടികളെക്കാട്ടിലും ദൈവത്തിന് പ്രിയപ്പെട്ടവരത്രേ. അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ ഉണ്ടാക്കി അവൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മിൽ തന്ന് അവൻ്റെ രക്തം കൊണ്ട് നമുക്ക് വില തന്നപ്പോൾ നമ്മെ ഏറ്റവും നന്നായി പരിപാലിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമത്രേ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ നീ കടന്നുപോയാലും ഭയപ്പെടേണ്ട. നിന്നെ പുലർത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്, 55-ാം സങ്കീർത്തനം 22-ാം വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. നിന്റെ ഭാരം നീ കർത്താവിൻ്റെ മണ്ടയ്ക്ക് വെച്ചുകൊണ്ടാൽ, കർത്താവിനെ ഏൽപ്പിച്ചാൽ അവൻ നിന്നെ പുലർത്തും. ഇന്ന് പകൽക്കാലവും ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. പക്ഷികളെപ്പോലെ ഹല്ലേലൂയ നാം സകലതും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് നാളെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായി ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, നമ്മുടെ ഭാരം കർത്താവിൽ വെച്ചുകൊള്ളുമ്പോൾ നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. നാം അവൻ്റെ മണവാട്ടി അത്രേ. അവൻ്റെ മണവാട്ടിയാണോ? അങ്ങനെയെങ്കിൽ ക്രിസ്തു തൻ്റെ സഭയെ പോറ്റി പുലർത്തുന്നത് പോലെ അവൻ നമ്മെ പോറ്റി പുലർത്തും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ വേണ്ടത്. നമ്മെ പോറ്റി പുലർത്തുന്ന അരുമ മണവാളൻ ഇന്നും ജീവിക്കുന്നവനത്രേ. നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നവൻ, നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റിയവൻ ഇന്ന് രാവിലെയും നമ്മെ പുലർത്തുവാൻ വിശ്വസ്തനത്രേ. ആകാശത്തിലെ പക്ഷികളെ ഹല്ലേലൂയ പോറ്റി പുലർത്തുന്നവൻ, അവയ്ക്ക് പാണ്ടികശാലയും കളപ്പുരയും ഇല്ലാതെ ഇരുന്നിട്ടും, അവർക്ക് വിതയ്ക്കാനും കൊയ്യാനും അറിയാതെ ഇരുന്നിട്ടും അവയ്ക്കൊന്നിനും മുട്ട് വന്നിട്ടില്ലല്ലോ. വേദപുസ്തകം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ മുടക്കം വരുത്തത്തില്ല. ഇന്ന് രാവിലെ ഇര കിട്ടാതെ ബാലസിംഹങ്ങളിരുന്നോട്ട്, ശക്തിയുള്ളവരിരുന്നോട്ട്, ബലവാന്മാരിരുന്നോട്ട്, നമുക്ക് വേണ്ടുന്നത് തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, കർത്താവേ, നീ നിൻ്റെ ജനത്തെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്ക് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. 40 വർഷക്കാലം മരുഭൂമിയിൽ തൻ്റെ ജനത്തെ പോറ്റി പുലർത്തി. മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അവർക്ക് ആഹാരത്തിന് കുറവ് വന്നില്ല, വസ്ത്രത്തിന് ജീർണത വന്നിട്ടില്ല, കാലിന് വീക്കം വന്നിട്ടില്ല. അവയെ പോറ്റി പുലർത്തിയ ദൈവം വിശ്വസ്തനത്രേ. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതാൻ, ചിലത് ഒരുക്കുവാൻ ദൈവം വിശ്വസ്തന. 40 വർഷക്കാലം ആ യാത്രയിൽ വേണ്ടതൊക്കെ ദൈവം കരുതി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ ജോസേഫിനെ ദൈവം മുമ്പേ ഹല്ലേലൂയ മിസ്രൈമിലേക്ക് അയച്ചത് ഹല്ലേലൂയ ക്ഷാമകാലത്ത് തൻ്റെ മക്കളെ പോറ്റിപ്പുലർത്താനാ. ദീർഘനാളുകൾ ഗോശേനിൽ അവരെ പരിപാലിച്ച് ഇസ്രായേൽ ജനത്തെ കരുതുവാൻ ഒരു ജോസഫിനെ അവൻ മുന്നമേ അയച്ചു. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ പോറ്റിപ്പുലർത്താൻ ചില ജോസഫുമാരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ചില ജോസഫുമാരെ അധികാരത്തിൻ്റെ കസേരയിലേക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് ഉയർത്തുമാറാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഒരു ഏലിയാവിന് വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷിക്തന് വേണ്ടി ഒരു സരാഫാത്തിലെ വിധവയെ ദൈവം ഒരുക്കി. അവളുടെ കലത്തിൽ അല്പം മാവ് ദൈവം വെച്ചിരുന്നു. എന്തിനു വേണ്ടിയാ? നിൻ്റെ ശുശ്രൂഷയിലൂടെ, നിൻ്റെ പ്രാർത്ഥനയിലൂടെ ചിലരെ ദൈവഭാഗത്തെ കൊണ്ടുവരിക മാത്രമല്ല, അവരിലൂടെ ചില നന്മകളെ ദൈവം നിനക്ക് തരാൻ ഇന്ന് രാവിലെ നമുക്കും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മെ പോറ്റിപ്പുലർത്താൻ നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തനായ ദൈവമാണ്. നമ്മെ പോറ്റിപ്പുലർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സരാഫാത്തിലെ വിധവയെ ഹല്ലേലൂയ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റിയിട്ട് 40 സംവത്സരക്കാലം ഇസ്രായേലിനെ പോറ്റിപ്പുലർത്തിയതുപോലെ ഹല്ലേലൂയ ആ 3.5 വർഷത്തെ ക്ഷാമത്തിലും ഇതാ ഏലിയാവിന് വേണ്ടി കരുതി, ഏലിയാവിനെ പോറ്റിപ്പുലർത്തി, ഏലിയാവിന് വേണ്ടുന്നത് കൊടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ചിലതിനെ ദൈവം ഒരുക്കും. ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളായിരിക്കാം, നീ ഹല്ലേലൂയ ദൈവവേലയിൽ നീ സഹായിക്കുന്ന ചിലരായിരിക്കാം. അവരിലൂടെ പോലും ഒരു നന്മ ഒരുക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ. നീ ഒരു അട വാങ്ങിച്ചിട്ട് കഴിച്ചത് ആ വിധവയുടെ കയ്യിൽ നിന്ന്, ഏലിയാവേ, അങ്ങനെയെങ്കിൽ അതേ വിധവയിലൂടെ നിന്നെ പോറ്റിപ്പുലർത്താൻ, നിനക്ക് വേണ്ടുന്നത് തരുവാൻ എൻ്റെ കർത്താവ് ഇന്ന് രാവിലെയും വിശ്വസ്തനത്രേ. 40 സംവത്സരം ചെരുപ്പ് തേയാതെ, കാല് വീങ്ങാതെ, വസ്ത്രം ജീർണിക്കാതെ, ആഹാരത്തിന് മുട്ടുവരാതെ മരുഭൂമിയിൽ നടത്തിയവൻ. ഹല്ലേലൂയ. ഗോഷേൻ പ്രദേശത്ത് ക്ഷാമകാലത്ത് ഇസ്രായേലിനെ പരിപാലിക്കുവാൻ ഒരു രാജാവിനെ, ഒരു പ്രധാനമന്ത്രിയെ ഉയർത്തി പരിപാലിച്ച ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കും. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഒന്നിനും കുറവില്ലാതെ അവൻ നമ്മെ പോറ്റിപ്പുലർത്തും. തൻ്റെ സഭയെ അവൻ സ്നേഹിച്ച് സഭയെ പരിപാലിക്കുന്നത് പോലെ നമ്മെ പരിപാലിക്കും. നാം അവൻ്റെ സഭയാ, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ, അവൻ്റെ ഹല്ലേലൂയ, അവൻ നമ്മുടെ ആത്മമണവാളനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അവൻ അങ്ങനെ പോറ്റിപ്പുലർത്തട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.